നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മതം ഏതായാലും മത തീവ്രവാദികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: മതസ്പർദ്ധയുണ്ടാക്കി മനുഷ്യരെ വർഗീയമായി വേർതിരിക്കുക. അതിനവർ എന്തിനേയും ഏതിനേയും ആയുധമാക്കും. അക്കാര്യത്തിൽ എല്ലാ മതത്തിലെ വർഗീയവാദികളും ഒറ്റക്കെട്ടാണ്. ഒരമ്മ പെറ്റ അളിയന്മാർ എന്നൊക്കെ കളിയാക്കി പറയുന്നത് പോലെ. അത്തരത്തിൽ മതസ്പർദ്ധയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന ഹിജാബ് വിവാദം തൽക്കാലം പരിഹരിച്ചു. സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലി ഒരു കുട്ടിയും മാനേജ്മെൻറ്റും തമ്മിലുണ്ടായ ചെറിയ തർക്കമാണ് ചിലർ മതസ്പർദ്ധയ്ക്കുള്ള ആയുധമാക്കിയത്. കിട്ടിയ അവസരം മുതലാക്കി എതിരാളികളും നിരന്നു. അതോടെ തീരെ ചെറിയൊരു തർക്കം വിവാദമാവുകയും മുസ്ലിം ക്രിസ്ത്യൻ തർക്കമായി മാറുകയും ചെയ്യാൻ സാധ്യത തെളിയുകയും ചെയ്തു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പക്വതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടെയുമാണ് പ്രതികരിച്ചതും ഇടപെട്ടതും. എന്തായാലും പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. പക്ഷേ പേടിപ്പെടുത്തുന്ന തരത്തിൽ വലിയൊരു അപകടം കേരളീയ സമൂഹത്തിൻ്റെ തലയ്ക്കുമേലെ നിൽപ്പുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. മതപരമായ അവകാശവും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം അവകാശങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇത് തിരിച്ചറിയാനാവണം. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത്. ശ്രീനിവാസൻ, ഒരു സ്കൂളിൽ ഒരു കുട്ടിയും അവിടുത്തെ മാനേജ്മെൻറ്റും തമ്മിലുണ്ടായ ഒരു ചെറിയ തർക്കമാണ്. രക്ഷകർത്താവിനെ വിളിച്ചൊക്കെ പരിഹരിച്ചു പോയതാണ്. അവിടേക്കാണ് പുറത്തു നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഒരു മത തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അതൊരു വിഷയമാക്കുന്നു. മറ്റു മതത്തിനെതിരെയുള്ള വിഷയമായി മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നു. ആ തരത്തിലേക്ക് വലിയ വിവാദമൊക്കെ ആയി പോകേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും ജനപ്രതിനിധികളൊക്കെ പക്വതയോടുകൂടി ഇടപെട്ട്, അത് സർക്കാരിൻ്റെ ഭാഗത്തെ പ്രതികരണമാരും എല്ലാവരും ആ തരം ഒരു പക്വതയോടുകൂടി ഇടപെട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ എന്തിനും ഏതിനും വർഗീയത കുത്തിക്കലർത്താൻ ശ്രമിക്കുന്ന സംഘങ്ങൾ എല്ലാ മതത്തിലുമുണ്ട്, അല്ലേ? അങ്ങനെ പറയാമോ? ഇത് പറഞ്ഞ ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ വേറെ ഡ്രസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം സാറ്. എല്ലാവരും ആ സ്കൂളിനെ മാനിച്ച് എല്ലാവരും ഒരേപോലെ ഡ്രസ് ഇടുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം അങ്ങനെ ആവുമ്പോൾ പറയുന്നത് അത് തെറ്റല്ലേ? ഒരു ജാതി ഒരു മതം ദൈവം എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ അല്ലേ? ഇത് പ്രായോഗിക ആക്കണ്ടേ? എല്ലാ മതങ്ങളും ഒന്നിച്ച് നിൽക്കണ്ടേ? ഒരു സ്കൂളിൽ ഇത്രയും 2000-3000 കുട്ടികൾ പഠിക്കുമ്പോൾ അതിന് തുല്യമായുള്ള എല്ലാവരും ഓരോ യൂണിഫോം ഉപയോഗിക്കുമ്പോൾ അതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവും ഓരോ വിഷയത്തിലും. ശ്രീ പ്രദീപാണ് ബർമുഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കേരളീയ സമൂഹത്തിൽ പൊതുവെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ കേരളീയ സമൂഹത്തിലും ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ എൻ്റെ മതം അങ്ങനെ മറ്റുള്ളവൻ്റെ മതം വേറെയാണ്, അതുകൊണ്ട് ആ മതത്തിൻ്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അത് എല്ലാ മതങ്ങളുടെയും തീവ്രവാദ സ്വഭാവമുള്ള ആളുകളിൽ നിന്ന്, സംഘടനകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, ഇതിനെല്ലാത്തിനും ആദ്യം പഴി പറയേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരുകളാണ്. അവരെ മാത്രമേ നമുക്ക് ആദ്യം കുറ്റം പറയാൻ പറ്റൂ. സമൂഹത്തിൽ മതമൊന്നും ജാതിയൊന്നും വേർതിരിച്ച് അവരവരുടേതായിട്ടുള്ള വോട്ട് ബാങ്ക് കാണുന്നത് കൊണ്ടാണ് ഇവരെല്ലാം വളർത്തുന്നത്. നമ്മൾ ഒരു സൈഡ് പിടിച്ച് വളർത്തുമ്പോൾ മറ്റേ സൈഡും നമ്മുടെ കൂടെ എതിരായിട്ട് വളരാൻ വേണ്ടി ശ്രമിക്കും. ഓരോരോ സാഹചര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുക. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് മറ്റുള്ളവരാരെങ്കിലും മുതലെടുത്തോ എന്ന് കണ്ടില്ല. ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, സോഷ്യൽ മീഡിയയിലെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത്, ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ, ആ സ്കൂളുമായി ബന്ധപ്പെട്ട കന്യാസികളാണല്ലോ അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അതില് BJPയോ RSSോ അങ്ങനെ അവരാരും അതിനകത്ത് ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല. ശ്രീ പ്രദീപ്, ഇത് തുടക്കത്തിലെ തന്നെ വളരെ പക്വതയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും എല്ലാം ഇടപെട്ടത് കൊണ്ടാണ് അത് അത്തരത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇതിനെ നാളെ അത് ഹിന്ദുവിൻ്റെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ തർക്കമായി മാറ്റുകയും എങ്ങനെയാണോ മുസ്ലിമിൽ തീവ്രവാദി സ്വഭാവമുള്ള സംഘടനകളുള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും എല്ലാം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട്. പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് രാഷ്ട്രീയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ മറ്റ് സംഘടനയാണെന്നൊക്കെ തോന്നും. പക്ഷേ ആത്യന്തികമായി വർഗീയതയാണ് ഇവരുടെ എല്ലാം ഉള്ളടക്കം. അത്തരക്കാരൊക്കെ ഇത്തരം ഏത് വിഷയം കിട്ടിയാലും അത് ആളിക്കത്തിക്കാൻ ഇങ്ങനെ നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട്. പക്ഷെ അത് കിരൺ, എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ട്രീമായിട്ട് ഒരു വിഭാഗം എല്ലാത്തിനും എതിരായിട്ട് അവർ വരുമ്പോൾ മറ്റുള്ളവർ ഒന്നാവുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് എത്രമാത്രം ശരിയാവണമെന്നില്ല. അവര് എല്ലാത്തിൽ നിന്ന് വിഭിന്നമായി ഓണം അവർ ആഘോഷിക്കില്ല, അവർ വിളക്ക് കത്തിക്കില്ല. മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല.
എന്റെ കൂടെ ഒരു മുസ്ലിമായിട്ടോ ഒരു ക്രിസ്ത്യാനിയായിട്ടോ ഒരു ഹിന്ദുവായിട്ടോ ആരുണ്ടെങ്കിലും അങ്ങനെ തിരിച്ചു പോലും അറിയാൻ പറ്റില്ല. എല്ലാവരും അത്രയും പെൺകുട്ടികളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരാൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം അവർ ഏതാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു വിവേചനമുണ്ട്. ഇതിൽ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താൽക്കാലികമായ ഒരു വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ ഉപയോഗിക്കുന്നു. ഇപ്പം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക. ഇപ്പം തന്നെ ഇസ്രയേൽ പാലസ്തീൻ ഇത് പ്രശ്നം വന്നു. അപ്പൊ അതിനകത്ത് തന്നെ ഒരു വിഭാഗത്തെയല്ലേ നമ്മൾ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും പിടിച്ചത്. തൽക്കാലം താങ്കൾക്ക് ആ വിഷയത്തിൽ വേറെ അഭിപ്രായം ഉണ്ടെന്ന് കാണാം. അതിനെ ഇത് തന്നെയാണ് ഈ ആളുകളും ചെയ്യുന്നത്. ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയം കാണുമ്പോൾ അത് പറയും, അത് അവിടെ വെടിയേറ്റ് വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വിഷമിച്ചാൽ പറയും നിങ്ങൾ മുസ്ലിം ആളുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിമിനെ അനുകൂലിക്കുന്നവരാണ്, ക്രിസ്ത്യാനികളല്ല അപ്പുറത്ത് നിൽക്കുന്നത്. അതെങ്കിലും താങ്കൾ അങ്ങനെ ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമല്ല ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള തർക്കം, അത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള രണ്ട് തരത്തിൽ നിൽക്കുന്നതിൽ അവരാണ്. അതിനെയൊക്കെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് താങ്കളെ പോലെയുള്ളവർ. അവരൊക്കെയാണ് ഇതേപോലെ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് ചെന്നായ്ക്കളെ പോലെ ഇങ്ങനെ ആ രക്തം കുടിക്കുക എന്നുള്ള ആവേശത്തോടു കൂടി. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, തെറ്റിദ്ധരിക്കാതെ. ഞാൻ പറഞ്ഞത് ആരെയും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ആരെയും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന്റെ പേരിൽ, ഞാനൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഞാനത് മുസ്ലിം തീവ്രവാദിയോ ഹിന്ദു തീവ്രവാദിയോ ക്രിസ്ത്യൻ തീവ്രവാദിയാവോ, എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ നിലപാടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചല്ലേ നിലപാടെടുക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സമൂഹത്തിൽ വിഭിന്നത ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നത്? ഒരു മനുഷ്യരായിട്ടുള്ള ചിന്തിക്കുന്ന മനുഷ്യർക്കെല്ലാം എടുക്കേണ്ട നിലപാടുകളല്ലേ അവരെടുക്കേണ്ടത്. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ നിലപാടുണ്ട്. ആ രാജ്യത്തിന്റെ നിലപാട് തന്നെ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ ഇങ്ങനെ എല്ലാ കാര്യം വരുമ്പോഴും താങ്കൾക്ക് ഇസ്രയേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ആ വിഷയത്തിൽ തട്ടി അവിടോട്ട് കൊണ്ടുപോകും. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നൈജീരിയയിൽ മരിക്കുന്ന ആൾക്കാരല്ലേ അവിടെ? ഞാൻ നൈജീരിയയിൽ മരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഇപ്പൊ ചർച്ച ചെയ്തത്. ഇത്തരം ആളുകൾ വർഗീയമായി താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ എന്ത് കാര്യത്തെയും വർഗീയതയിലേക്ക് കൊണ്ട് കൂട്ടിക്കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. അത് തന്നെയാണ്. മിസ്റ്റർ കിരൺ, താങ്കൾ പോലും ഒരു സൈഡ് പിടിച്ച് സംസാരിക്കുന്നു. അതാണ് താങ്കൾക്ക് അത് പറയാം, അത് ഒരു കുഴപ്പമില്ല. താങ്ക് യു. ശരി, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ എന്ത് ചർച്ച ചെയ്യുമ്പോഴും അതിനെ എങ്ങനെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വർഗീയതയുമായി എങ്ങനെ കൂട്ടിക്കെട്ടാൻ ഇത്തരക്കാർക്ക് വളരെ എളുപ്പമാണ്. അത് വളരെ എളുപ്പത്തിൽ കൊണ്ട് ഹിജാബ് ധരിക്കുന്നൊരു വിഷയം കേരളത്തിലെ കുട്ടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഇസ്രയേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്നെങ്കിൽ അവിടെ അതിൽ ഏത് പക്ഷം പിടിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മതപരമല്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ നമ്മുടെ കേരളീയ സമൂഹം, നമ്മൾ വലിയ പുരോഗമന സമൂഹം, അങ്ങനെ വർഗീയമായി അങ്ങനെ വേർതിരിച്ച് കാണുന്നൊന്നുമില്ല, എല്ലാവരുമൊക്കെ മതേതര ജീവിതമൊക്കെ പുലർത്തുന്നവരാണൊക്കെ പറയുമ്പോഴും ഇവിടെയും ഏത് സമയത്തും വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്, താങ്കൾക്ക് പറയാം. സാറേ, പിന്നെ ഇപ്പം പ്രീവിയസ് കോളർക്ക് താങ്കൾ നല്ല എക്സ്പ്ലനേഷൻ ഇലക്കമുള്ളിൽ കേടില്ലാത്ത രീതിയിൽ പറഞ്ഞു. അതായത് 1 region 1 caste 1 God ഫോർമാൻ ആ രീതിയിൽ പറഞ്ഞു. എല്ലാ നദികളും കടലിലാ പോകുന്നു. അതായത് എല്ലാ തോടുകളും നദിയായി മാറും, നദി കടലിലാ പോകുന്നു. പിന്നെ ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ എല്ലാം ഒന്നും തന്നെ എത്രയോ കോടാനുകൂടി അന്യോന്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇത് കാടം സ്വഭാവവും കാടം ഇതും ഒരു അന്ധവിശ്വാസവും സ്കൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം ശരിയാ. അതെല്ലാം ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് പോലെ മനുഷ്യനല്ലേ എല്ലാ രീതിയിലും പറയണ്ടേ. പിന്നെ അപ്പോ ആ രീതിയിലല്ലേ വേണ്ട. ഇതല്ല, ഇത് വർഗീയ കുറെ ആൾക്ക് മതഭ്രാന്ത് വന്ന് കുറെ ഇതായി. അതെല്ലാം ഇനി മാറ്റേണ്ട കാലം പണ്ടേ കഴിഞ്ഞ്. ഇപ്പൊ എത്ര യുഗായി, എന്തെല്ലാം ഇലക്ട്രോണിക്സ്, ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന്റെ എന്തെല്ലാം യുഗായി. ഇതല്ല, ഇത് പഴയ അതേ അന്ധവിശ്വാസം, പഴയ പൊട്ടിപ്പൊടി നടക്കല്, അത് പാടില്ല ഇത് പാടില്ല മറ്റുള്ള പാടില്ല. പിന്നെ കുട്ടികൾ വേണപ്പോ റെസ്പെക്ട് മെയിനായി ഡിസിപ്ലിൻ. പിന്നെ സ്കൂളിൽ ചില കുട്ടികൾ തലതിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഫോണിനെ കൊണ്ട് കളിച്ചിട്ടും മറ്റേ ഇതെല്ലാം ലഹരിയെല്ലാം യൂസ് ചെയ്തിട്ടെല്ലാം പലതരത്തിൽ ദോഷം വരും. അതെല്ലാം നമ്മൾ മുള്ളിൽ ഒരു അടക്കിയാലും മടിയിൽ വെക്കുക, കങ്ങാലും മടിയിൽ വെക്കാൻ പറ്റൂലല്ലോ. അത് പറഞ്ഞു കൊടുക്കണോ? പക്ഷെ അതും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകന്മാരും നന്നായിരിക്കണം. അതും അവരും പാല് വലിയും പാടില്ല. അവര് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവരും നല്ലതായിരിക്കണം. സാറിപ്പം പറഞ്ഞത്, സാറും റിപ്ലൈ കൊടുക്കുന്നത് നല്ല ഉരുളക്കൊപ്പേരി പോലത്തെ മറുപടി കറക്റ്റായി ചെയ്ത് ഇലക്കം ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ അത് പറയുന്നത് നല്ലതാ. അത് അറിവും നല്ല തലശ്ശേരിയിൽ നിന്ന് പ്രതികരിച്ച ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും.
ശ്രീ ഉണ്ണികൃഷ്ണൻ, ഹിജാബ് വിവാദത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിരിക്കും. എന്തായാലും അതൊരു സംഘർഷമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വർഗീയമായ വേർതിരിവോ ഒക്കെ ആവാതെ വളരെ വേഗത്തിൽ എന്തായാലും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. അത്തരം പക്വതയോടുള്ള ഇടപെടലൊക്കെ ഉണ്ടായി. പക്ഷേ അപ്പോഴും ഇത്തരം സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരു സ്കൂളിലെ ചെറിയ കാര്യത്തിലൊക്കെ ഇടപെട്ട് അതിനെ വഷളാക്കാൻ വേണ്ടിയുള്ള ആളുകൾ, അത് ഇങ്ങനെയുള്ള സംഘടനകൾ എപ്പോഴും പുറത്തുണ്ട് എന്ന് വേണമോ കരുതാൻ? അതിനെ കുറിച്ച് പറയാ. താങ്കളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഷൈൻ ചെയ്യണമെന്ന് ഞാൻ കണ്ട്. അത് എന്തായാലും കൊള്ളാം കേട്ടോ, രസമുണ്ട്. അയ്യോ, അതൊരു തമാശ. അന്നേരം നമ്മൾ ആ തമാശക്ക് പറഞ്ഞു പോയതാണ്. ആ പെങ്കോച്ചെടുത്ത് ഇട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാനിവിടെ വീട്ടിലെ കാണിച്ച് കണ്ട അന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ വൈഫിനെ കാണിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അവന് നല്ലവണ്ണം പുള്ളിക്കാരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നുമില്ല, അതൊരു പുള്ളി ഒരു സെക്രട്ടറിക്കലൈനോട് ചോദിച്ചു, നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞു. ഇതെല്ലാം കൂടെ ചേരുന്നതല്ലേ. ഇനിയിപ്പോ പ്രദീപിന് പാവപ്പെട്ട ബെർമുടേന്ന് വിളിച്ചപ്പോ പ്രദീപിന് കൊടുത്തു ചിലപ്പോ ഇനി ഉടനെ വരും മിക്കാറും. ഇത് സംഗതി ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ എങ്ങും വിളിച്ചിട്ടില്ല എന്നൊരു ഓർമ്മ കൂടെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കട്ടെ. അതിന്റെ ഒരു ഉദാഹരണമായിരിക്കും. താങ്കൾ ശ്രദ്ധിച്ചാണ് കുറച്ചാൾ മുമ്പ് കണ്ണൂര്, കുറച്ച് ദിവസമായുള്ളൂ, കണ്ണൂർ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കത്തിയ സമയത്ത് 10,000 രൂപയുടെ ഒരു മുതൽ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്ന ഒരു രംഗം നിങ്ങളെ ചാനലിലൊക്കെ കാണിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അതെ, ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ സ്ത്രീയുടെ ഏതെങ്കിലും ശരീരത്തിന്റെ നഖം പോലും പുറത്ത് കാണാൻ പറ്റുമായിരുന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ സ്ത്രീ എതിരെ പിടിച്ചിട്ടുണ്ടാ? അവര് പർദ്ദയിട്ട് അവരെ ശരീരത്തിന്റെ കണ്ണ് പോലും വലയായിരുന്നു. ഇതുവരെ അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് വീട് കത്തുമ്പം വാഴ വെട്ടണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് കാണിച്ചത്. അവരെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. അപ്പൊ ഈ വസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ള ഇത്രയും കുട്ടികൾക്ക് അവര് ഒരേ രീതിയിൽ അതിനനുസരിച്ച് വരുന്നു. ഒരാളിന് മാത്രം ഒരു പ്രത്യേക കുറെ വിഡ്ഢികളുടെ ലോകത്ത് താമസിക്കുന്ന കുറെ മതഭ്രാന്തന്മാര് പറയുന്നതും കേട്ട് അങ്ങനെ മാറ്റി കൊടുക്കാനൊന്നും പറ്റില്ല. അതിപ്പോ താങ്കൾ ആദ്യമേ പറഞ്ഞ കണക്ക് സർക്കാർ സത്യത്തിൽ അതിന്റെ മാന്യമായിട്ടുള്ള അത് കോടതി അത് എടുത്തത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഈ വിഡ്ഢികളുടെ ലോകത്തിരിക്കുന്ന ഈ കിഴങ്ങന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വലിയ വിളച്ചിൽ കാണിച്ചാൽ സർവനാശം ഉറപ്പാണ്. അതുകൊണ്ട് അടങ്ങി ഒഴുകിയൊക്കെ നിന്ന ഇവനൊക്കെ കൊള്ളാം, അത്രേ പറയാനുള്ളൂ. ഇവിടെ ആരും ജാതിയും മതവും നോക്കിയൊന്നുമല്ല മക്കളെയൊക്കെ വിടുന്നത്. ഇവിടെ ഒരു സ്കൂളിൽ പഠിക്കുമ്പം ഏത് ജാതിയാണെന്ന് പോലും സത്യത്തിൽ ഇപ്പൊ അറിയുന്നത് ഇതേപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കാണുമ്പോഴാണ്. അല്ലാതെ ഒരിക്കലും അറിയാൻ പറ്റില്ല. ഒരു യൂണിഫോമായിട്ട് വരുന്ന ഒരു കുട്ടികളെ കണ്ടാൽ പോലും ഇന്ന ജാതിയാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവരെ പേര് പറയുമ്പോഴേ അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇത് ഏത് കാര്യവും നമുക്ക് മതപരമായ അവകാശം എന്ന് പറയുന്നതും ഇത്തരം അവകാശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് മതസ്പർദ്ധയ്ക്ക് ഉപയോഗിക്കുന്നത് രണ്ടാണ്. എല്ലാ അവകാശങ്ങളും ഉള്ള രാജ്യം തന്നെയാണ്. പക്ഷേ അതിനെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് അതിനെ പലപ്പോഴും നിർവചിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇത് കറുപ്പ് ഇത് വെളുപ്പ് എന്ന് പറഞ്ഞ് മാറ്റാവുന്ന ഒന്നല്ല അത്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എന്റെ മകൾ ഇവിടെ അവർ ലേഡീസ് തോപ്പുംപടിയിലാണ് പഠിച്ചിരുന്നത്. ഞാനും പള്ളുരുത്തിക്കാരൻ തന്നെയാണ്. ശരി. ഇവിടെ എന്റെ മകളുടെ കൂടെ നിറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഇവരൊക്കെ വരാറുണ്ട്. അതിപ്പം ഇവിടെ കേരളത്തിലില്ല, അത് എഞ്ചിനീയറാണ്. അവിടെ ഇവിടെയാണല്ലോ റിലയൻസിൽ ജാംനഗറില്. അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് അവരൊന്നും കണ്ട വ്യത്യാസം തന്നെ അന്നത്തെ കാലത്തില്ല. ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നുന്നു. അവിടെ ഉള്ളവരല്ല അതിന്റെ പുറകിൽ കേട്ടോ. ഏതോ ബാഹ്യ ശക്തികൾ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ തോന്നുന്നത്. പിന്നെ അവരൊരു ചോദിക്കുന്ന ഒരു ചോദ്യം അവരെ ചില മുസ്ലിങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവര് അതിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിനും ഇത് വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്പർ 1 നോൺസെൻസ് ആണ്. ഞാൻ നോൺസെൻസ് ഇതിലെ കൂടി പറയുന്നതിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യസ്തരുടെ വേഷം വേറെയാണ്. അവർക്കത് ഓരോ കോൺഗ്രിഗേഷൻ, അതായത് സലേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോ യൂണിഫോം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കുട്ടികളുടെ യൂണിഫോം മാതിരി. അപ്പൊ ആ സിസ്റ്റേഴ്സ് അവരുടെ കഴുത്ത് ശിരോവസ്ത്രം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഉടനെ ഇവർ പറയുന്ന അങ്ങനെയാണെങ്കിൽ അതെന്തിനാ ഇട്ടിരിക്കുന്നതെന്ന്. അതൊരു ശരിയായ ചോദ്യം അല്ലല്ലോ അത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സന്യാസി ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതാണ്. ഞാൻ അത്ര കേട്ടിട്ടില്ല. ഇതുവരെയൊക്കെ ഒരു സന്യാസി മുഖ്യമന്ത്രി ആയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അയാൾ ആ സന്യസ്ത വേഷത്തിലിരിക്കും. അത് കണ്ടിട്ട് നാളെ പിണറായി വിജയൻ കാര്യം എടുക്കണം, സ്റ്റാലിനും ചെയ്യണം, നരേന്ദ്രമോദി അങ്ങനെ ഇടണമെന്നൊന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അത്. അപ്പൊ അവരൊരു തരം എന്താ പറയുന്നത്, ഒരു കാര്യമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു കാര്യം എടുത്ത് ചോദിക്കുക.
അതൊക്കെ അവിടെ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ സെന്റിമെന്റ്സ് കുത്തിപ്പൊക്കുകയാണ്. ഇവിടെ പള്ളുരുത്തി ഒന്നും അങ്ങനത്തെ പ്രദേശമില്ല. ഞാൻ എൻ്റെ മകള് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഗ്രാൻഡ് ഫാദർ, ഞാനൊരു അപ്പൂപ്പനായി. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഇതായിരുന്നു എല്ലാവരും. ഇഷ്ടംപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടതാനും എനിക്ക് പരിചയമുള്ളവർ. രജിസ്ട്രാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ അടുത്തടുത്തുണ്ട്. ഇതെവിടെ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് ആരോ കുത്തിരിപ്പുണ്ടാക്കിയതല്ല. ഇത്ര വലിയൊരു വിഷയമായിട്ട് ഇന്ന് പൊതുവേദിയിൽ വരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ ഡേവിഡ് വിജയ്, നമ്മളത് ചർച്ച ചെയ്തത് ഇത്തരമൊരു സംഭവം ഒക്കെ കേരളത്തിൽ സാധാരണഗതിയിൽ ഒരു സ്കൂളിലെ ചെറിയ തർക്കമായി പോകേണ്ടതിനെ സംഘടനകൾ ഏറ്റെടുക്കുക, ഒരു ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുക, മറുഭാഗത്തു നിന്ന് ഇത് അവർക്കെതിരെ നടന്ന ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സ്വഭാവം തന്നെ, ഒരു രക്ഷകർത്താവും സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു ചെറിയ വിഷയത്തെ അവർക്ക് രണ്ടുപേർക്കും മാത്രം പരിഹരിക്കാവുന്ന വിഷയത്തെയൊക്കെ എങ്ങനെയാണ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് മാറ്റാൻ ചിലർ ശ്രമിക്കുന്നത്. അതൊരു ജാഗ്രത വേണ്ട ഒരു വിഷയം കൂടിയാണ് കേരളം. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ വിഷയം ഈ പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തത്. ശ്രീ കേശവദാസ് ആണ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കേശവദാസ്, താങ്കൾ ആന്ധ്രയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുപ്പതി നേർ സാർ. ഓൾറെഡി ഞാൻ സാറിന് GST കാര്യത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഓർമ്മയുണ്ട് GST കാര്യത്തിൽ. ശരി, താങ്കൾ പറഞ്ഞോളൂ. സാർ, ഈ സംഭവമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ സംഭവമായിട്ട് ഇത് കണക്കൂട്ടാൻ പാടില്ല സാർ. ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്. അവർക്കൊരു ഭയങ്കരമായ മാസ്റ്റർ പ്ലാനിങ്ങും ഉണ്ട്. അല്ലാതെ ഒരു ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് അത്രത്തോളം മതത്തിനെ പറ്റി പറയുമ്പോൾ ആ കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം മതം അവരെ തലയിൽ കയറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഇവരാരും ആലോചിക്കണില്ല. പിന്നെ ഇന്ന് ഈ പ്രശ്നം സോൾവ് ആയത് ഗവൺമെന്റിന്റെ പിടിപ്പുകളെന്നല്ല സാർ. ഇത് ഹൈക്കോടതിയിൽ പോയില്ലെങ്കിൽ ഈ പ്രശ്നം ഒരാളി കത്തിച്ചിട്ടുണ്ടാവും. അവിടെ സാറൊന്ന് നോക്കൂ, അവിടെ വന്നത് ആദ്യം ഈ HDPക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് ആദ്യം വന്നത്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അവരെ പല ചാനലിലും നമുക്ക് കാണാൻ പറ്റും, അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിന്റെ സമാധാനം കെടുക്കണം. ഇവരൊരൊറ്റ ചിന്താഗതി അതേ ഉള്ളൂ സാർ. ഒന്നാമത്തെ ഫസ്റ്റ് വന്നിട്ട് രാഷ്ട്രീയമാര് പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ സാർ ഈ പ്രശ്നങ്ങളുള്ളൂ. നോർത്ത് ഇന്ത്യയിലൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ശ്രീ കേശവദാസ്, താങ്കൾ ഒരു മിനിറ്റ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നിടത്തേ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അത് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ മറ്റേത് സംസ്ഥാനവുമായി കമ്പയർ ചെയ്താലും വർഗീയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള അനാവശ്യമായ കേൾക്കുമ്പോൾ പുറമേക്ക് സില്ലിയെന്ന് തോന്നുന്ന തർക്കങ്ങളും കലാപങ്ങളിലേക്കും ഒക്കെ പോകുന്നതിൽ ഏറ്റവും കുറവുള്ള നാട് ഇപ്പോഴും നമ്മുടെ കേരളം തന്നെയാണ് സാർ. കേരളം തന്നെയാണ് സാർ. എന്തുകൊണ്ട് അത് കേരളം? ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് നമുക്ക് കേൾക്കാം ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നോർത്ത് ഇന്ത്യ ഒക്കെ എത്രയോ ശാന്തമായിട്ട് വരാണ്. ഇന്ന് കാശ്മീർ പോലും. ശ്രീ കേശവദാസ്, ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിലെയും ഈ പറയുന്ന ദളിതരുടെ അല്ലെങ്കിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ, അതിന്റെ കഥകളും അതിന്റെ വാർത്തകളും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? സാർ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ പോയി അന്വേഷിക്കുമ്പോഴേ സാർ അതിന്റെ സത്യങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ന്യൂസ് പേപ്പറിൽ വരും പശു കള്ളക്കടത്ത് അടിച്ചു കൊന്നു. അവിടെ ചെന്ന് ഞാൻ രാജസ്ഥാനിലൊരു ഇതിന് പോയപ്പോ അവിടെ ചെന്നിട്ട് അവരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ഞങ്ങളുടെ പശുവിനെ കട്ടുപോകുമ്പോ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾ കാണു പിടിക്കുന്നു. അപ്പൊ അവര് കേശവദാസ്, ഈ ഒരു വിഭാഗം മാത്രമല്ല ഇപ്പോഴും കള്ളന്മാരായി പിടിക്കപ്പെടുകയും അവർ സമൂഹ വിചാരണക്കിരയായി കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലോ നമ്മളാരും. സാർ, നമ്മൾ മണ്ടന്മാരല്ല. നമ്മൾ യഥാർത്ഥ സംഭവം അറിയാത്ത കാരണമാണ് നമ്മൾ മണ്ടന്മാരല്ല നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങൾ അറിയുമ്പോഴാണ് ശ്രീ കേശവദാസ്, എന്തായാലും താങ്കൾക്ക് ഇന്ത്യയിലെ ഇതിനൊക്കെ ആധികാരികമായി ക്രൈം റെക്കോർഡ് ബ്യൂറോ ഒക്കെ കൃത്യമായ കണക്കുകളും അടക്കമുണ്ട്. ആ കണക്കുകളിൽ പോലും ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലുമൊക്കെ കേരളമൊക്കെ എടുക്കുന്ന പോലെ കേസാകുമോ എന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ദളിതൻ പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പിന്നാക്ക മുസ്ലിം ഒരാൾ പോയി പരാതി കൊടുത്താൽ അതിൽ എത്ര പേർ കേസെടുക്കുമെന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉള്ളതാണ്. കേരളത്തിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതി കേരളം അവരെക്കാൾ മോശമാണ് എന്ന് പറയുന്നത് ഒരു കണക്കിലും ശരിയാവില്ല സാർ. കേരളം മോശമാണെന്നല്ല, കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ പ്രശ്നത്തിന് കാരണം. അതേത് വിഭാഗം ആൾക്കാരാണ് ശ്രീ കേശവദാസ്? മുസ്ലിം വിഭാഗത്തിന്റെ. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരാളുകളും, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും കേരളത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കണം, കേരളത്തിന്റെ പൊതു മതേതര സാഹചര്യത്തിൽ ഒത്തു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് മാതൃക പുലർത്തുന്നവരുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഈ SDP അംഗീകരിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ? താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്
ഒരു മതമാകെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇതേപോലെ ഹിന്ദു മതത്തിലെ ആൾക്കാർ, ക്രിസ്ത്യൻ മതത്തിലെ ആൾക്കാർ, ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും സമാനമായ രീതിയിലേക്കുള്ള തീവ്രവാദ സംഘടനകളില്ലേ? സാർ, തീവ്രവാദത്തിനെങ്കിൽ ഇത് ഇവരുടെ തീവ്രവാദം, മത തീവ്രവാദം എന്തിനാണ് ഇതൊക്കെ ഈ കേരളത്തിലേക്ക് ഇത്രത്തോളം വരുന്നത്? എല്ലാ മത തീവ്രവാദി, അതിന് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒറ്റ സ്വഭാവമാണ്. ഇവർക്കെല്ലാം അവൻ വളർന്നാലേ ഞാൻ വളരൂ, ഞാൻ വളർന്നാലേ അവൻ വളരൂ. ഇത് തന്നെയാണ് അവരുടെ സ്വഭാവം. ഹിന്ദു തീവ്രവാദം കാണിച്ചേ മുസ്ലിം തീവ്രവാദിക്ക് വളരാൻ കഴിയൂ, മുസ്ലിം തീവ്രവാദം കാണിച്ചേ ഹിന്ദു തീവ്രവാദിക്ക് വളരാൻ കഴിയൂ. എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നതും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും ഇവർ ഒറ്റക്കെട്ടായിട്ടാണ്. അതിന് യാതൊരു സംശയവുമില്ല. സാർ, ഒരു കാര്യം സാർ ഒരു നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ഉടനെ മറ്റു മതവിഭാഗങ്ങൾ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ആരാണ് ഈ വർഗീയത വളർത്തുന്നത്? വർഗീയത വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് ആർക്കാണ്? ഒരു ചെറിയ കുട്ടി പോലും അവലും മലരും വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സാർ, അതിനേക്കാൾ എത്ര ക്രൂരമായ രീതിയിലേക്ക് കേരളത്തിലെ വർഗീയത വളർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഈ പറയുന്ന പല സംഘടനകളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എത്രത്തോളം വലുതാണ്. മനുഷ്യനെ കാണാതെ മുഴുവൻ മതത്തിന്റെ രീതിയിൽ മാത്രം കാണുന്ന വിദ്വേഷ പ്രചരണങ്ങളല്ലേ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറയുന്നത്, സ്ത്രീകളടക്കമുള്ള നേതാക്കളടക്കം പറയുന്ന വർഗീയ വിദ്വേഷം പടർത്തുന്ന വാചകങ്ങൾ എത്രത്തോളം വിഷമോപിപ്പിക്കുന്നതാണ്. അതൊന്നും താങ്കൾക്ക് വിഷയമല്ല. ഏത് മതമായിക്കോട്ടെ, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കോട്ടെ, തീവ്രവാദികൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അവർക്ക് വർഗീയത എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അതിന് ഒരു മതത്തിലും ഒരു വ്യത്യാസവുമില്ല. സാർ, അതാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ മതവിഭാഗത്തിനെയും കൂട്ടുപിടിക്കും. ഏത് മതവിഭാഗമാണ് ഇങ്ങനെ തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം ഇല്ലാത്ത? ഏത് മതത്തിലാണ് കേരളത്തിൽ ഇല്ലാത്ത ഒരു മതം പറയൂ താങ്കൾ? സാറ്, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ സാർ. ഇന്നലെ വന്നിട്ട് അവിടെ SDPI ആൾക്കാർ വന്നു. വന്നിട്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമിൽ മറ്റു മതത്തിന്റെ ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആ പ്രശ്നം വലുതായിട്ടുണ്ടാവും. അവരെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് വാവിളിച്ചിരുന്നത് ഞങ്ങൾ ഇപ്പോ ചാടി വീഴാമെന്ന് പറഞ്ഞ്. കേരളത്തിലെ കൊള്ളാവുന്ന രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാരും എല്ലാം ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ നാളെ ചാടി വീണാൻ അവരെല്ലാവർക്കും വലിയ സന്തോഷം. SDPI വന്നു തന്നെ. SDPI എങ്ങനത്തോളം ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണോ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന സമാനമായ സംഘടനകൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിലും ഹിന്ദു മതവിഭാഗത്തിലും ഒക്കെ ഉണ്ടല്ലോ. സാർ, ഇന്നലെ ആ പ്രശ്നം സോൾവ് ആയത് അവർ ഹൈക്കോടതി പോയ കാരണം സർക്കാർ എന്ത് ഇടപെട്ടു സാർ പറയണത്? സർ, ഇന്നലെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം വന്നത് താങ്കൾ കേട്ടില്ലേ? എന്ത് സ്റ്റേറ്റ്മെന്റ്? അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇലയ്ക്കും മുള്ളിലും കേളില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി പറഞ്ഞു. മന്ത്രി രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഭാഗത്തിന്റെ വികാരം കുത്തിയിളങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ ഉത്തരവാദപ്പെട്ട മന്ത്രി നടത്തേണ്ടത്? മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പക്ഷേ ഈ വിഷയത്തെ വേണ്ടത്ര പക്വതയോട് കൂടിയാണോ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അതും പരിശോധിക്കണം. വളരെ ഇത്രത്തോളം പക്വമായി ഒരു വിഷയത്തെ പരിഹരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ഒരു മന്ത്രിയെ നിങ്ങൾ അംഗീകരിക്കല്ലേ വേണ്ടത്? സാർ, അംഗീകരിക്കല്ല, സത്യം പറയേണ്ടി വരുന്നു. എന്തിനാണ് ആ സ്കൂൾ മാനേജ്മെന്റിനെ കുറ്റം പറയാൻ പോയത്? ശേഷവദേവ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർഗീയത മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നും. അതില്ലാത്ത സാധാരണപ്പെട്ട മനുഷ്യർക്ക് പ്രശ്നം പരിഹരിക്കണമെന്നേ തോന്നുള്ളൂ. വർഗീയത ഉള്ളവർക്ക് ഇത് എൻ്റെ ഹിന്ദുവിന് നേരെ വന്നാണ്, മുസ്ലിമിന് നേരെ വന്നത്, ക്രിസ്ത്യാനിക്ക് നേരെ വന്നാണ് തോന്നും. സാധാരണ മനുഷ്യൻ വിചാരിക്കുക എന്താണ്, അത് ഹിന്ദുവിനും മുസ്ലിമിനും നേരെ ഒന്നും വന്നതല്ല, ഈ നാട്ടിലൊരു അപകടം ഉണ്ടാവരുത്, കലാപം ഉണ്ടാവരുത്, അത് രണ്ടു കൂട്ടരും യോജിച്ചു പോകണം, അങ്ങനെ വിചാരിക്കൂ. അത് വിചാരിക്കും സാർ. അതിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ആ കുട്ടർ അച്ഛൻ പിതാവിനെ വിളിച്ചു വരുത്തി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മളിനി കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ശ്രീ കേശവ്, എന്തായാലും അഭിപ്രായത്തിന് നന്ദി. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ, നമസ്കാരം പീതാംബരൻ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പള്ളുരുത്തിക്കാരനാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ശ്രീ പീതാംബരൻ, കേൾക്കാം, പറഞ്ഞോളൂ. തുടർച്ചയായി ഇവിടെയാണ് സ്കൂൾ സ്ഥിതി. അതെ, അറിയാം, പറഞ്ഞോളൂ. അറിയാം. ഇത് കാലാകാലങ്ങളായി വർഷങ്ങളായി നല്ല നിലയിൽ പോകുന്ന ഒരു സ്കൂളാണത്. പച്ചകോച്ചിയിലെ ഹലോ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ ശ്രീ പീതാംബരൻ. അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. നല്ല നല്ല ടീച്ചേഴ്സും അവിടെയുള്ള സ്ട്രക്ചറെല്ലാം നല്ലതാണ്. ഒരു കുഴപ്പം ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പ്രദേശത്ത് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സ്കൂളിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM. അവിടെ ഒരു വാർഡ് പോലും കോൺഗ്രസിനില്ല, കിട്ടാറുമില്ല. ഇപ്പൊ ഒരു 10 വോട്ടിന് വേണ്ടി മാത്രം ഈ കളി കളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കൊരു സംശയം. ആ കുട്ടിയുടെ പിതാവ് തന്നെ സമ്മതിച്ചു. ഞാൻ അന്ന് തന്നെ സമ്മതിച്ച കാര്യമാണത്. ഞാൻ വന്നോളാം, യൂണിഫോം ഇട്ടുകൊണ്ട് എൻ്റെ കുട്ടിയെ വിടാം, അബദ്ധം പറ്റിപ്പോയി. അത് പോലീസ് കേസായി. ആ കുട്ടിയുടെ പിതാവിനെ ചോദ്യം ചെയ്താൽ ഇതിന്റെ പിന്നിൽ കളിച്ചേക്കണ ആരാണെന്ന് അറിയാം.
ഇത് BJPയും കോൺഗ്രസും കൂടി ഒന്നിച്ച് ചെയ്ത് കളിച്ച കളിയാണ്. പാർട്ടിയെ ഒന്ന് മോശമാക്കാം, പിണറായി വിജയനെ ഒന്ന് മോശമാക്കാം. അവരെന്ത് ശ്രീ ചെയ്തു? പീതാംബരൻ, എന്തായാലും ആര് കളിച്ച കളിയാണോ പിന്നിലും ഗൂഢാലോചന എന്താണെന്ന് എനിക്കറിയില്ല. അത് താങ്കൾക്ക് അങ്ങനെ ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും ഇന്നിപ്പോൾ അവിടുത്തെ MP ഹൈബി ഈഡൻ ആയാലും അവിടുത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയാലും അവിടുത്തെ K ബാബു MLA, അതോടൊപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ MLA, ഇവരെല്ലാവരും വളരെ പക്വതയോടുകൂടിയും വളരെ സമയത്തോടുകൂടിയും ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ അതിനകത്ത് ഈ കോൺഗ്രസിന്റെയും ഒന്നും ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പുറമേക്ക് വന്ന ഒരു ഗൂഢാലോചനയെ എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? ഇപ്പൊ ഇന്ന് വന്ന വാർത്തകൾ കണ്ടില്ലേ? ഹൈബിയുടെ വന്നിട്ടാണ് തീർത്തതെന്നാ പറയണത്. ഇവിടെ അത്രയും വലിയ പ്രശ്നമുണ്ടോ? ഹൈബിയുടെ തന്നെ വന്നിട്ട് ഞാൻ വന്നപ്പോ അപ്പൊ തന്നെ പ്രശ്നം തീർന്നെന്നാ പറയണം. പീതാംബരൻ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ, വർഗീയ പ്രശ്നം ഉണ്ടാവാതെ പോവുക എന്നുള്ളത് അത് ഏത് രാഷ്ട്രീയ നേതാവായിരിക്കും. അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ വ്യക്തമാണ്. അത് ഇക്കാര്യത്തിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാലും ഇന്ന് ഹൈബീഡന്റെ ഭാഗത്തു നിന്നുണ്ടായതായാലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവർ എന്ന നിലയ്ക്ക് വളരെ പക്വതയോടുകൂടിയുള്ള ഇടപെടലാണ്. അത്ര ഇടപെടലാണ് വേണ്ടത്. അതിൽ അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ആക്ഷേപിക്കല്ല, ഇതിലെ പോലീസ് ഇടപെട്ടതുകൊണ്ടാണ്, ആ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ്. ശ്രീ പീതാംബരനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കരുതാം. ഓരോരുത്തർക്കും അവരവരുടേതായ നിലപാടുകൾ. ശ്രീ അബ്ദുൾ സത്താറാണ്, കായംകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അബ്ദുൾ സത്താർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളീയ സമൂഹത്തിൽ ഏത് സമയത്തും ഇങ്ങനെ വാവിളർന്നു നിൽക്കുന്ന വർഗീയ ശക്തികൾ അതിങ്ങനെ നിൽപ്പുണ്ടോ? ഈ ഹിജാബിന്റെ വിഷയം കേരളത്തിൽ മുൻപും ഉയർന്നു വന്നിട്ടുള്ള വിഷയമാണ്. പക്ഷേ അന്നത്തെ കാലത്തുള്ള ഹിജാബ് വിഷയം ഉയർത്തിയ പെൺകുട്ടികൾ പല സ്ഥലത്തു നിന്നും TC വാങ്ങിച്ചുകൊണ്ട് വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അവർ ഉയർത്തിക്കൊണ്ടുവന്ന് എനിക്ക് ഹിജാബ് ഇട്ടേ പഠിക്കാൻ പറ്റൂ എന്നൊരു നിലപാട് അവർ അവസാന നിമിഷം വരെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുട്ടി ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ ഹിജാബ് മാറ്റാൻ തയ്യാറാണ്, എനിക്കത് വിഷയമല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നുണ്ട്. ഈ ഒറ്റ ഒരു ദിവസത്തേക്ക് മാത്രം ഈ കുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഹിജാബിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതിനെ പറ്റി അന്വേഷിക്കാൻ തയ്യാറാവണം. ഇതിന്റെ പിന്നിൽ വർഗീയത ഉണ്ടാക്കാനും രാഷ്ട്രീയ മുതലെടുപ്പും പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പൊ അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പിന്നാമ്പുറ കഥകൾ വേറെ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടി പോലും ഇന്ന് വരെയും അതിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടില്ല. അവർ ആ സ്കൂളിന് TC വാങ്ങിച്ചുകൊണ്ട് പോയി വേറെ ഹിജാബ് ധരിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചിട്ടേ ഉള്ളൂ. ശരി, അബ്ദുൾ സത്താറിന്റെ വാക്കുകൾ പ്രസക്തമാണ്. ഈ വിഷയത്തിലൊക്കെ സ്വാഭാവികമായും ഇവിടെ എവിടെയൊക്കെയോ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ പെട്ടെന്ന് ചില സംഘടനയുടെ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നതും അവിടെ അതിന് ഒരു യൂട്യൂബറെ കൊണ്ടുവന്ന് വീഡിയോ എടുപ്പിക്കുന്നു, അത്തരത്തിൽ സംസാരിക്കുന്നു, മറുഭാഗത്ത് നിന്ന് ഉടനെ തന്നെ ഗൂഢാലോചന സിദ്ധാന്തം വരുന്നു. ഇതെല്ലാം വരുന്നത് സ്വാഭാവികമായും അത്തരം ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടായില്ല എന്ന് മാത്രമാണ്. ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് വേഗത്തിൽ ഒന്ന് രണ്ട് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അസ്ലം, നമ്മുടെ മലപ്പുറത്ത് സ്കൂളിൽ കുട്ടികൾക്ക് കറുപ്പുടുത്താലും ശിരോവസ്ത്രമിട്ടാലും ബഹുമാനമില്ലാതെ വർഗീയത പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ ഒരുത്തിനും വരില്ല എന്ന് പറയുന്നു. നല്ല കാര്യമാണ്. ഏത് ഉണ്ടായാലും അങ്ങനെ തന്നെ പോകണം, അങ്ങനെ തന്നെയാണ് എപ്പോഴും വേണ്ടത്. മതേതരം പൂത്തുലഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് കുട്ടമ്പിള്ള ചോദിക്കുന്നു. ഗൗതം M പറയുന്നു, വർഗീയ ശക്തികൾക്ക് അവരൊരു വിഷയം കാത്തു നിൽക്കുകയാണ്. അതാണ് ഏറ്റവും ശരിയായ കാര്യം. വർഗീയ ശക്തികൾ ഏത് വർഗീയത ആയിക്കോട്ടെ, അവർക്ക് എപ്പോഴും ഇങ്ങനെ ഇത്തരമൊരു വർഗീയ വിഷയം വേണം, അവർക്കത് വർഗീയതയാക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ സ്കൂളിലെയും കോളേജിലെയും യൂണിഫോം ഇടാൻ പറ്റാത്തവർ ആ സ്കൂളിൽ പോകാതിരിക്കുക എന്ന് സുനിൽകുമാർ പറയുന്നു. മതം മാത്രം പഠിക്കുക എന്ന് സുനിൽകുമാർ, അത് മനസ്സിലായില്ല. മതം മാത്രം പഠിക്കേണ്ട ഒരു കാര്യമല്ല, ഇങ്ങനെ പോയാൽ പോലീസും ഹിജാബ് ധരിക്കേണ്ടി വരുമെന്ന് ഫ്ലൈബേഡ്സ് പറയുന്നു. അതെന്തിനാണ് പോലീസ് ഹിജാബ് ധരിക്കേണ്ടി വരുമെന്നൊക്കെ ഫ്ലൈബേഡ്സ് പറയുന്നത്? ഈ ഫ്ലൈബേഡ്സിനെ പോലുള്ള ആളുകളുടെ ഇത്തരം കമൻറ്റുകളൊക്കെയാണ് പലപ്പോഴും, അതായത് ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട് ഫ്ലൈബേഡ്സിൻ്റെ, അതാണ് ഫ്ലൈബേഡ്സിനും അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ജയകുമാർ പറയുന്നു, സ്കൂൾ മാനേജ്മെൻറ്റ് റൂൾസ് മുഴുവൻ അംഗീകരിച്ച് അഡ്മിഷൻ വാങ്ങിയിട്ട് വെറുതെ കുറ്റം പറയുന്നത് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അഭിപ്രായം മാനിക്കണം, സ്കൂൾ യൂണിഫോം അംഗീകരിക്കാൻ പറ്റാത്തവർ സ്കൂൾ മാറുന്നതാണ് നല്ലത്, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, തൽക്കാലം ശബരിമല കവർച്ച വിഷയത്തിൽ നിന്ന് മാറാം എന്ന് നന്ദകുമാർ P പറയുന്നു. മറ്റത് കലിപ്പൻ എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ വീണ്ടും അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ തൽക്കാലം വായിക്കുന്നില്ല. നമുക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമെന്നാണ് ഫ്ലൈബേഡ് പറയുന്നത്. അങ്ങനെ ആയിക്കോട്ടെ ശ്രീ ഫ്ലൈബേഡ്.
എന്തായാലും അത്തരം ചില കമൻറ്റുകൾ കൂടി, ചില കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് സ്ക്രീനിലേക്ക് വായിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അല്ലെ, ചില വർഗീയമായ പരാമർശങ്ങളൊക്കെ അതിൽ ഉണ്ട് എന്നുണ്ട്. എന്തായാലും നമുക്ക് ശ്രീ കണ്ണൂരിൽ നിന്നുള്ള സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ സന്തോഷിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട്. കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ കേരളത്തിൽ ഒരു ചെറിയ പ്രശ്നത്തെ പോലും വേണമെങ്കിൽ ഒരു വലിയ വർഗീയ ഇഷ്യൂ ആക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റം എവിടെയൊക്കെയോ പതിഞ്ഞിരിപ്പുണ്ടോ? കിരൺ, ഇതൊരു പ്രീ പ്ലാൻഡ് അജണ്ട തന്നെ ആയിരുന്നു. അതിലെ വെള്ളമൊഴിച്ച് പടക്കം ചീറ്റിപ്പോയെന്ന് പറഞ്ഞ് ചീറ്റിപ്പോയി. അതാണ് ഇത് സംഭവിച്ചു പോയത്. ഒരു എസ്.ഡി.പി.ഐ മാത്രമല്ല, ചില മുസ്ലിം വർഗീയവാദികൾ എന്ന് തന്നെ വേണേ പറയാം, ഭീകരവാദികൾ, തീവ്രവാദികൾ, അവര് പ്രീ പ്ലാൻ ചെയ്ത ഒരു യുദ്ധം വളരെ തന്മയത്തോടു കൂടി നമ്മളെപ്പോഴും കളിയാക്കുന്ന നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. ഞാനതിനകത്ത് ബേസിക് പറഞ്ഞല്ലേ, 2018 അറിയാമല്ലോ, ഈ കേസ് വന്നേ അറിയാമല്ലോ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് 2 കുട്ടികളുടെ ഹിജാബിന്റെ ഇഷ്യൂവിന്റെ കേസ് വന്ന കിരൺ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ആ കേസ് വാദിച്ച ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാ. പുള്ളിയുടെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് പുള്ളിയുടെ പേര്. അത് അറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ജഡ്ജാണ് അതിന് വിധി അപ്പൊ മുഹമ്മദ് മുസ്തഫ എന്ന ജഡ്ജ് ആ കേസ് വിധിച്ച പുള്ളി വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥാപനത്തിനും, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂണിഫോം കൊടുക്കാം. പക്ഷേ സബ്ജക്ട് വൺ കണ്ടീഷൻ ദാറ്റ് നിങ്ങൾ ചില കുട്ടികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ എറണാകുളം പോലെ ഒരു വലിയ സിറ്റിയില്, നമ്മുടെ ഒരു കേരളത്തിന് അഭിമാനമായ ഒരു സിറ്റിയില് അവിടെ സെന്റ് തെരേസ് കോളേജ് ഉണ്ട്. അവിടെ യൂണിഫോം ഇല്ലേ? അവർ യൂണിഫോം അനുസരിച്ചല്ലേ എല്ലാ കുട്ടികളും വരുന്നത്. ഹിന്ദുവും ക്രിസ്ത്യൻ മുസ്ലിം എല്ലാം വരുന്നത് അങ്ങനെയല്ലേ? അപ്പൊ ഒരു കുട്ടി പർട്ടിക്കുലറായിട്ട് ഒരു ഇഷ്യൂമായിട്ട് ഒരു ദിവസം വന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹിഡൻ അജണ്ട തന്നെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം അതിനകത്ത് വളരെ വ്യക്തമാണ്, നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്ററിന്റെ തന്മയത്വം. ബാക്കി രാഷ്ട്രീയക്കാരൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചെയ്ത കാര്യം ഒരു വലിയ അണുബോംബ് നമ്മൾ വളരെ സ്ലൈറ്റ് ആയിട്ട് ഇല്ലാതെ അദ്ദേഹവും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും അതിൽ നമുക്ക് എപ്പോഴും പലപ്പോഴും രാഷ്ട്രീയക്കാരെ നമ്മൾ ഇതിന് കുറ്റം പറയാറുണ്ടെങ്കിലും ഈ ഇത്തരം അപകടഘട്ടത്തിലൊക്കെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരൊക്കെ വളരെ പക്വതയോടുകൂടി ഇടപെട്ടിട്ട് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നതുകൊണ്ട് നമുക്ക് ഒരു അഭിമാനമാണ്. ഞങ്ങൾ ക്രിസ്ത്യൻസ് പൊതുവെ ശാന്തരൊക്കെ അതറിയത്തില്ലേ? കേട്ടില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾ പൊതുവെ ശാന്തരാ. ഞങ്ങൾ അങ്ങോട്ട് ഒരു വഴിക്കലും പോകത്തില്ല. ചൊറിയാൻ പറയണ്ട, ക്രിസ്ത്യാനികൾക്കിടയിലും ഈ പറയുന്ന പോലുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്. എങ്കിലും ക്രിസ്ത്യാനികൾ ആകെ ശാന്തരാണെന്നില്ല. ആകെ ക്രിസ്ത്യാനികൾ നോക്കിയാൽ മഹാഭൂരിപക്ഷം പേരും ശാന്തരാണ്, മുസ്ലിങ്ങളും മഹാഭൂരിപക്ഷം പേര് ശാന്തരാണ്, ഹിന്ദുക്കളും മഹാഭൂരിപക്ഷം പേര് ശാന്തരാണ്. പക്ഷെ ഈ മൂന്ന് മതത്തിന്റെയും ഇടയിൽ ചെറിയ ചില വർഗീയ എലമെന്റുകൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനത്തെ ചില സംഘടനകളും അവരൊക്കെ അതിൽ ഈ സമയത്ത് ചാടി വീഴുന്നത്. ഇത് പക്ഷേ ഇതെന്ന് പറയുന്ന വോട്ട് അജണ്ട അല്ല കിരൺ. ഇതൊരു വോട്ട് അജണ്ട അല്ലായിരുന്നു. ഇതെന്ന് പറയുന്ന ഒരു വർഗീയ അജണ്ടയാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കൂടുതൽ വർഗീയ അജണ്ടയാണ്. സംഘർഷം നിലനിർത്തുക എന്നുള്ളത് ഇത്തരം സംഘടനകളുടെ നിലനിൽപ്പിന് എപ്പോഴും ആവശ്യമാണ്. വർഗീയ സംഘർഷം ഉണ്ടാക്കാത്തത് നന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ തീവ്രവാദ സംഘടനകളെ മൈൻഡ് ചെയ്യില്ലല്ലോ. അല്ല, അത് തന്നെ അതാ സംഭവിച്ചു പോയത്. അതിനെ സാറിനെ നമുക്ക് അഭിമാനിക്കണം കേട്ടോ. ശരി, തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് മാതൃകാപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നത് കൊണ്ടല്ലേ അവിടെ പ്രശ്നം ഉണ്ടായത്? ആണല്ലോ. താങ്കൾ പറഞ്ഞു ആണല്ലോ. അതെങ്ങനെയാ സാർ പിന്നെ മൊത്തത്തിൽ മറ്റുള്ളവരെല്ലാവരും വർഗീയവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പറയുന്നത്? അങ്ങനെ ഒരു വിഭാഗീയത അവിടെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ. അതിനെവിടുന്ന് പ്രചോദനം കിട്ടി? ഇപ്പം വലിയ പ്രശ്നങ്ങൾ തീർത്ത് നേതാക്കന്മാരൊക്കെ പറയുന്നത് കേട്ടു. കുട്ടിയുടെ പിതാവ് പറഞ്ഞിക്ക് യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ വരാൻ. അത് ഔദാര്യറ്റാ, അത് സ്കൂളിലെ നിയമല്ലത്. അതിനെതിരെ അയാൾ എത്തി താണ് കേടാൻ പോകുന്നത്. അത് പരിഹരിക്കല്ലേ വേണ്ടത്? അദ്ദേഹത്തിന്റെ മകൾക്ക് അവിടെ ഹിജാബ് ധരിച്ച് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ടി സി പോകണം. അങ്ങനെ ടി സി മേടിച്ച് കുട്ടികളെ ഒന്നും ടി സി മേടിച്ചു വിടാൻ ഒന്നും കഴിയില്ല. ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ താങ്കളെ പോലെയുള്ള ഒരാളുകൾക്കിടെ അജണ്ട എനിക്കറിയാം. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയും വൈകാരികമാക്കി അതിനൊരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമാക്കാം. അങ്ങനെയല്ല, അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുകയാണ് വേണ്ടത്. പരിഹരിക്കാൻ വേണ്ടി പലപ്പോഴും വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. സാറ് പറയാൻ അനുവദിക്കണം. പറഞ്ഞോളൂ. സാറ് BJP ആണ്
ഈ പറഞ്ഞത് SDPIയുടെ അജണ്ടയാണിതെന്ന്. അത് പറയാൻ അവസരം ഉണ്ടാക്കിയത് ആരാ? BJP ആണോ ഈ കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് ഈ സ്കൂളിലേക്ക് അയച്ചത്? BJP ഞാൻ പറഞ്ഞോ? അവിടുത്തെ യൂണിഫോമിനെ ധിക്കരിച്ചുകൊണ്ടൊരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് അജണ്ട എവിടുന്ന് വന്നു? BJPയുടെ അടുത്ത് വന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം തീവ്രവാദികൾക്കുള്ള അജണ്ട പോലെ തന്നെ ഹിന്ദു തീവ്രവാദികൾക്കും അജണ്ടയുണ്ട്, അത് ക്രിസ്ത്യൻ തീവ്രവാദികൾക്കും അജണ്ടയുണ്ട്. വർഗീയവാദം പറയുന്ന എല്ലാവർക്കും ഒറ്റ അജണ്ടയുള്ളൂ, അത് വർഗീയതയാണ്. നിങ്ങളെ ആരെയും അത്തരം വർഗീയവാദം പറയുന്ന ഒരു കക്ഷികളെയും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവായിട്ടോ മുസ്ലിമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ കണ്ടിട്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അങ്ങനെയൊന്നും കാണാത്തത് കൊണ്ടാണ് ഈ വർഗീയവാദികളൊന്നും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വലിയ സ്വീകാര്യതയില്ലാതെ ഇപ്പോഴും മൂലക്കിരിക്കുന്നത്. അത് റൈറ്റ്, താങ്കൾ പറയുന്ന റൈറ്റ്. പക്ഷെ ആര് ഹിജാബ് ധരിപ്പിച്ച് അയച്ചവിടാ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹിജാബ് ധരിപ്പിച്ച് അയച്ചവരെ ന്യായീകരിച്ചോ? ആരയച്ചു? പിതാവിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കുട്ടി പോവോ? യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ പോകുന്നു വരൂന്ന് പറയുന്നത് അതൊരു ഔദാര്യം പോലെ. ആ സ്കൂളിന്റെ നിയമം പാലിക്കണം, അതൊരു ഔദാര്യമൊന്നല്ല. താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പിതാവിന്, രാഷ്ട്രീയ നേതാക്കന്മാർ ആ പിതാവ് പറഞ്ഞിട്ട് ഇനി യൂണിഫോം ധരിച്ചിട്ട് കുട്ടി വരാൻ തയ്യാറാണെന്ന്. ഇതെന്തിന് ഈ ഒരു ഔദാര്യം എന്തിന്? അദ്ദേഹത്തിന് ഹിജാബ് ഒരാൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒരു സംഘടന ഇടപെട്ട് അതിനെ വർഗീയമാക്കാൻ ശ്രമിച്ചു. ആ പിതാവ് ചിലപ്പോൾ അതിൽ സ്വാഭാവികമായി ചിലപ്പോൾ വീണുപോയി കാണും. താങ്കൾ ഇപ്പോൾ അത്ര ഒരുപാട് വർഗീയ അജണ്ടകളിൽ വീണ് താങ്കൾ നിരന്തരം അഭിപ്രായം പറയുന്ന ആളല്ലേ? താങ്കൾ തന്നെ വർഗീയ അജണ്ടയിൽ വീണ് അഭിപ്രായം പറയുന്ന ആളല്ല. അതുപോലെ അവർക്ക് വീണുപോയി കാണും, അയാൾ തിരുത്താൻ തയ്യാറായി. നല്ല കാര്യം, ആരായാലും നാളെ താങ്കൾ തിരുത്തിയാലും നല്ലതാണെന്ന് നമ്മൾ പറയും. ഈ കുട്ടിക്ക് മാത്രം അതല്ലല്ലോ, അത് ആ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് വർഗീയ അജണ്ട ഒരു കുട്ടിയുടെ വിഷയവും ആ സ്കൂളുമായിട്ടുണ്ടാകുന്ന വിഷയത്തിനിടയ്ക്ക് മുസ്ലിം തീവ്രവാദികളോ ക്രിസ്ത്യൻ തീവ്രവാദികളോ ഹിന്ദു തീവ്രവാദികളോ കടന്നു കയറുമ്പോഴാണ് വർഗീയതയാവുന്നത്. നിയമം ലംഘിക്കുന്നതൊക്കെ പല സ്ഥലങ്ങളിലും നിയമലംഘനം ഉണ്ടാവും. അത് പരിഹരിക്കും. അത് പരിഹരിക്കുന്നതിനിടയ്ക്ക് കയറി ചാടി വീഴേണ്ട കാര്യമില്ല. ഇനി SDPI ആയാലും മറ്റു സംഘടനയായാലും ആരായാലും ചാടി വീഴേണ്ട കാര്യമില്ല. അടിച്ചേൽപ്പിക്കുന്ന ആ കുട്ടിയുടെ തെറ്റല്ലത്, അതൊരു ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രചോദനമാണ്. അതെ, ആ പ്രചോദനക്കാർക്ക് എല്ലാ വളവും കൊടുക്കുന്ന ആരാണ്? ഈ മുസ്ലിം തീവ്രവാദികൾക്ക് കേരളത്തിൽ വളം ഇട്ട് കൊടുക്കുന്ന ആരാണ്? അത് ജനം കാത്തിരുന്ന് അല്ല, ആരാണെന്ന് പറയൂ ശ്രീ ബാലകൃഷ്ണൻ. അതെനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അത് താങ്കൾ പറയണം. താങ്കൾ വർഗീയവാദമൊക്കെ പറയുന്ന ആളാണല്ലോ, താങ്കൾ പറയണം. മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ വളമിട്ട് കൊടുക്കുന്നത് ഹിന്ദു തീവ്രവാദികളാണ്, ക്രിസ്ത്യൻ തീവ്രവാദികളാണ്. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വളമിട്ട് കൊടുക്കുന്നവരാണ് മൂന്ന് പേരും, ഒരു സംശയമില്ല. അത് താങ്കൾക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പോഴല്ല, അതാണ് യാഥാർത്ഥ്യം. ലോകത്ത് എവിടെയുമുള്ള യാഥാർത്ഥ്യം അതാണ്. കാര്യം പറയുന്നവനെ തീവ്രവാദിയാക്കരുത്. പക്ഷേ സത്യം വിളിച്ചു പറയുന്നവനെ വർഗീയവാദി. സത്യം തിരിച്ചു പറയുന്നവരല്ല വർഗീയവാദികൾ. വർഗീയവാദികൾ എല്ലാ കാലത്തും വർഗീയവാദം മാത്രമേ ഉള്ളൂ. ശരി ശ്രീ ബാലകൃഷ്ണൻ, നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ച തുടരാം. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ് വിളിക്കുന്നത്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഹിജാബ് വിവാദമൊക്കെ ഉണ്ടാക്കി ബോധപൂർവം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ, അല്ലെങ്കിൽ അത്തരം ചില അജണ്ടകളുമായി ഈ വർഗീയ സംഘടനകൾ, വിഷമോപ്പിക്കുന്ന സംഘടനകൾ നിൽപ്പുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിനെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാല് വർഗീയ പാർട്ടികള് കൂടുതൽ വളരാത്തൊരു സംസ്ഥാനമാണ്. പിന്നെ ഈ BJP അതുപോലത്തെ RSS, SDP, NDP അതുപോലത്തെ സംഘടനകളെ നിരോധിച്ചാൽ തന്നെയാണ് സംസ്ഥാനത്തോ മറ്റ് രാജ്യങ്ങളിലോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരായല്ല കേരള സർക്കാരായല്ല അത്തരം സംഘടനകളെ നിരോധിക്കുക എന്നാൽ വർഗീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് നിരോധനം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമുള്ള ഒരു വഴിയല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചാൽ ആ സംഘടനയ്ക്ക് പകരം മറ്റൊരു പേരിൽ ആ സംഘടന രൂപപ്പെടുമല്ല. അത് നിരോധനം കൊണ്ടൊന്നും ഒരു സംഘടനയും നമ്മുടെ മനസ്സിൽ നിന്ന് വർഗീയ ആശയങ്ങളെ തൂത്തെറിയുക എന്നുള്ളത് തന്നെയാണല്ലോ. അതിനപ്പുറം നിരോധനമൊന്നും പരിഹാരമായിട്ട് ലോകത്ത് ഒന്നിനും പരിഹാരമായി ഇതുവരെ വർഗീയ ചിന്തിക്കുന്ന ആൾക്കാരിലേക്ക് മൊത്തത്തിൽ രാജ്യത്തുള്ളത് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് മഹാഭൂരിപക്ഷം. പക്ഷെ അങ്ങനെയല്ല ശ്രീ സൂപ്പി. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവരെന്നെ ഹിന്ദുവായോ മുസ്ലിമായോ ക്രിസ്ത്യാനിയോ കാണുന്നവരല്ല, അവരെന്നെ മനുഷ്യനായി കാണുന്നവരാണ് മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് സർക്കാർ ഇതിനെ നിയന്ത്രിക്കണം, എന്നാൽ മാത്രമേ പരിഹാരം കാണുള്ളൂ എന്റെ അഭിപ്രായം.
ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളീയ സമൂഹം പുരോഗതിയിൽ ഒരു പരിഷ്കൃത സമൂഹമാണ്, അല്ലെങ്കിൽ വർഗീയതയോട് മുഖം തിരിച്ചിരിക്കുന്ന സമൂഹമാണെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഈ വർഗീയ സംഘടനകൾ ഇങ്ങനെ വാ പിളർന്ന് നമുക്ക് പിന്നിൽ നിപ്പുണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമല്ലേ? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ ചർച്ചയിൽ രണ്ടു മൂന്ന് പേര് പറഞ്ഞ കാര്യത്തിന് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൊത്തം അഭിപ്രായം ആയിക്കോളും. അങ്ങനെ പറയാം. പറഞ്ഞോളൂ. അതായത് രണ്ടു പേര് വിളിക്കുന്നതിന് മുമ്പ് ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞു ഞങ്ങളുടെ മതം എല്ലാം ഇതൊന്നും ഞങ്ങൾ വളരെ ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞു. ക്രിസ്തു മതം ഒക്കെ ക്ലീൻ ആണെന്ന ആ സഹോദരൻ പറഞ്ഞത്. താങ്കളപ്പോ ചിരിക്കുകയും ചെയ്തു. നമ്മളിപ്പോ ഓർക്കുന്നില്ലേ നമ്മുടെ അല്ല, അദ്ദേഹം പറഞ്ഞതിനാണെങ്കിൽ അത് അദ്ദേഹം ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം അതിനോട് എന്നാണ് പറഞ്ഞത്. അതിന് വേറെ തരത്തിൽ കാണേണ്ടല്ലോ. ഓരോരുത്തരും അവരുടെ കണക്കാക്കിയാൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞനെ പിടിച്ച് ജയിലിലിട്ടതാരാന്ന് അറിയാമല്ലോ. അല്ല ശ്രീ കൃഷ്ണൻകുട്ടി, അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹം ഒരു സാധാരണ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. അത് ഓരോരുത്തരും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പൊ താങ്കൾ ഒരു വിഷയത്തെ സമീപിക്കുന്നതല്ല, മറ്റൊരാൾ നമ്മൾ അത് വിട്ടു. താങ്കളുടെ മറ്റു വിഷയത്തിൽ ആരൊക്കെ എവിടൊക്കെ നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തൊട്ടു മുമ്പ് വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇത് സ്കൂളിലെ നിയമമാണ്, നിയമം പാലിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമം പാലിക്കണമെന്ന് പറയുന്നവർ നിയമം പാലിക്കുന്നുണ്ടോ? അതാണ് വേറെ വിഷയം. സുപ്രീം കോടതി പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്ന്. അവർ തന്നെയല്ലേ അനുവദിക്കാത്തതും ഈ നിയമം പാലിക്കണമെന്ന് പറയുന്നവര്? അതെന്താ ആ വിഷയത്തിൽ വരാത്ത നിയമം പാലിക്കണമെന്ന് പറയാത്തത്? ഓരോരുത്തർക്കും സ്വകാര്യ അജണ്ടയാണ്. അതാണ് നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നം. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിലെ അതിപ്രശസ്തനായ സാഹിത്യകാരനുണ്ടായിരുന്നു, താങ്കൾ കേട്ടിട്ടുണ്ടാവും, പൊൻകുന്നം വർക്കി എന്ന് പറഞ്ഞിട്ട്. പൊൻകുന്നം വർക്കി പറഞ്ഞത് ഒരു പാഷാണം വർക്കി എന്ന കഥാപാത്രത്തെ പുള്ളി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പളനിക്ക് പോവാണെന്ന് പറഞ്ഞ് വീടുകളിൽ ഭിക്ഷയാചിക്കാൻ കയറുമ്പോ പളനിയിലെ ദൈവത്തിന്റെ പടം കാണിക്കുക, ആ ഫോട്ടോയിൽ കാണിക്കുക. പിന്നെ ഇവിടെ എന്താണ് വേളാങ്കണ്ണിക്ക് പോവാന്ന് പറയുമ്പോ ആ ഫോട്ടോ തിരിച്ചു വെച്ചാൽ അവിടെ വേളാങ്കണ്ണി മാതാവിന്റെ പടമായിരിക്കും. ഒരേ ആള് തന്നെയാണ് ഈ വീടുകളിൽ കയറുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പൊന്നുനമ്പർക്ക് എഴുതിയിട്ടുണ്ട്. ഇനി പൊന്നുനമ്പർക്കിയുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൊന്നുനമ്പർക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചു പള്ളിയിൽ. അതെല്ലാ പള്ളിയിലും ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ പൊന്നുനമ്പർക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ കുട്ടപ്പൻ അമ്പലത്തിലാ പോകുന്നത്, അപ്പൊ അവന് സ്വർഗരാജ്യം കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ പുരോഹിതന് മറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വർക്കി പറഞ്ഞ മറുപടി ഇതാണ്, എന്റെ കുട്ടപ്പന് വരാൻ വയ്യാത്ത സ്വർഗരാജ്യം എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് കഥ. ഏതായാലും അതിനുശേഷം പുള്ളി പള്ളിയിൽ പോയിട്ടേ ഇല്ല. ആ പൊന്നുന്നവർക്ക് മരിച്ചപ്പോ അദ്ദേഹത്തെ അവരുടെ പള്ളിയിൽ അടക്കാമെന്നും പറഞ്ഞ് ഇവര് ചെന്നിരുന്നു, സഭക്കാർ ചെന്നു. പക്ഷേ ആ പുള്ളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിയെ പാമ്പാടിയിലെ ഒരു സ്വകാര്യ സ്ഥലത്താണ് അടക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും അതിന്റെ പുള്ളിയുടെ ചരമദിന ആചാരങ്ങളൊക്കെ ഉണ്ടാവാറുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള സമൂഹം അത്ര വലിയ ക്ലീൻ സമൂഹമൊന്നും അല്ല, താരതമ്യേന ബെറ്റർ ആണെന്നേ ഉള്ളൂ. അതിൽ വിഷം കലർത്താൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനെ എല്ലാവിധ ആൾക്കാരും കൂടെ ഒന്നിച്ചൊന്ന് തടയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിരുന്നത്. ശ്രീ റഷീദ്, താങ്കൾ പറഞ്ഞോളൂ. വർഗീയത ആളിക്കത്തിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന വസ്തുത നമ്മൾ മറന്നുപോകരുത്. കേരളം ഒരു മതേതര ജനാധിപത്യ നാടാണ്. ആ നാടിനെ കലുഷിതമാക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിൽ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെങ്കിൽ നമുക്ക് ഭാവിയിൽ കേരളത്തെ ഈ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നടന്നത് യഥാർത്ഥത്തില് നമുക്കറിയാം, ഒരു സ്കൂളിന് അവരുടേതായ നിയമാവലികൾ ഉണ്ടാവും. ആ നിയമാവലികൾ കുട്ടികളെ അവിടെ ചേർക്കുമ്പോൾ രക്ഷിതാക്കളോടും കുട്ടികളുടെ സാന്നിധ്യത്തിൽ തന്നെ പറയും.
അപ്പൊ അവിടെ എങ്ങനെയാണോ വസ്ത്രധാരണം, അവിടെ എങ്ങനെയാണോ വരേണ്ടത്, അവിടെ എത്ര മണിക്ക് വരണം, അധ്യാപകരുടെ നിർദ്ദേശം എങ്ങനെ പാലിക്കും, നിങ്ങൾ എങ്ങനെ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിയമാവലി എഴുതി തയ്യാറാക്കിയ നിയമാവലി ഒട്ടുമിക്ക സ്കൂളുകളിലും ഉണ്ടാവും. ആ നിയമാവലി അനുസരിക്കും എന്ന് പൂർണ്ണമായി വായിച്ചതിന് ശേഷമാണ് ഈ പേരൻസ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. ആ എഴുതി കൊടുക്കുന്നത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എന്റെ കുട്ടി ഹിജാബ് ധരിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കോളേജിലോ സ്കൂളിലോ ഞാൻ പറഞ്ഞയക്കുള്ളൂ. എന്റെ മോള് PG പഠിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അവിടെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. പക്ഷേ അവിടെ എന്റെ മോള് ഹോസ്റ്റലിൽ താമസിക്കുന്ന നേരം അവിടെ കീർത്ത എന്നൊരു കുട്ടിയുണ്ട്, അമ്മു എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അതേപോലെ അഫിയുണ്ട്, ഷിഫാനയുണ്ട്. അവർക്കൊരു പ്രയാസമില്ല. അവർ കുറിതൊടുന്നു, മുടി ചീകി വെക്കുന്നു, ഇവർ ഹിജാബ് ധരിക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. മതപരമായിട്ട് അങ്ങനെയുള്ള കോളേജുകളും സ്കൂളുകളാണ് നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ അതിനൊക്കെ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഈ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ്. ആ അവകാശത്തെ എങ്ങനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്ന് ചിന്തിച്ച് ഉള്ള മാനേജ്മെന്റുകളൊക്കെ ഈ രീതിയിലാണ് ചിന്തിക്കുക. ആ രീതിയിൽ ചിന്തിക്കുന്ന മാനേജ്മെന്റിൽ എന്റെ മകളെ ഞാൻ പറഞ്ഞേക്കാം, എന്റെ മകൾ ഹിജാബ് ധരിച്ചേ പോകാവൂ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഹിജാബ് ധരിച്ചു പോകുന്ന സ്കൂളിൽ ഞാൻ ചേർക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മറ്റുള്ള ആളുകളും ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സമയം കൂടുതലാവുന്നതുകൊണ്ടാണ്. ശ്രീ അശോകാണ് പൂനെയിൽ നിന്നും. ശ്രീ അശോക്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പൂനെയിൽ ജീവിക്കുമ്പോൾ പൊതുവെ കേരളം സമാധാനപരമായിട്ടുള്ള ഒരു നാടാണ്. പക്ഷേ ആ കേരളത്തിലേക്കും ഇത്തരം വർഗീയ ശക്തികളൊക്കെ വിഷം ചീറ്റാൻ കാത്തു നിൽപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ ആക്ച്വലി യൂണിഫോം എന്നുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ മലയാളികൾക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതായത് മറ്റൊരാളിൽ നിന്ന് തിരിച്ചറിയാതെ ഇത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയോ എന്ന് അറിയാൻ പാടില്ല. എല്ലാവരും ഒരേ തരത്തില് ഒരേ ലെവലിലുള്ള ഒരു ഡ്രസ്സ് ധരിച്ചു വേണം വരാൻ. ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ അംബാനിയുടെ സ്കൂളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വലിയ വലിയ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഷാറുഖ് ഖാന്റെയും അതുപോലെ ആൾക്കാരുടെയൊക്കെ വലിയ ആൾക്കാർ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരും അറിയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് യൂണിഫോമിറ്റി വേണം. അതില്ലാതെ നമ്മളൊരു ഓൾറെഡി ജൂണിൽ തുടങ്ങിയതാണ് ആ സ്കൂളിൽ ജൂൺ തുടങ്ങിയിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ ഈ പ്രശ്നം വരുമ്പോൾ അതിന്റെ പിന്നിലേക്ക് ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇതിൽ ഒരു അജണ്ട ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ഒരു പ്രൊസീജിയർ ഉണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അവർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനനുസരിച്ച് അവരൊരു കുറച്ച് ആൾക്കാർ വെച്ച് അവർക്ക് ഒരു ടൈമിംഗ് തരും. നമ്മുടെ ഒരു മീറ്റിംഗ് ടൈം. ആ ടൈമിങ്ങിന് അഡ്വാൻസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഒരു കമ്പനിയിലാണെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു ഈവൻ ഏതൊരു നമ്മുടെ വീട്ടിൽ വരാണെങ്കിലും നമ്മൾ സമയം പറയും. അതില്ലാതെ 4-5 പേര് ഒരേ സമയം വന്ന് അതിന്റെ അതായത് ഒരു വാണിംഗും ഇല്ലാതെ വരിക എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നത് എന്ന് മാത്രമല്ല സ്കൂൾ ടൈമിങ്ങില് കുഞ്ഞുങ്ങൾ വരും. ശ്രീ സലീമാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സലീം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാൻ വിളിച്ച നമ്മളൊരു സ്കൂളിൽ എന്ന് പറയാൻ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, അതിന് ഈ യൂണിഫോമിനോ അല്ലെങ്കിൽ ഇതെന്തിനാണ് നമ്മൾ ഇത്ര വർഗീയതമായിട്ട് കാണുന്നത്? ഹലോ, താങ്കൾ പറഞ്ഞോളൂ. അതാ പറയാം, ഒരു സ്കൂളിൽ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന കൊച്ചിന് ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയാണ്, അതേ പറ്റുള്ളൂ എന്ന്. ഇതൊന്നും ഇല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നത് ഇതെന്താണ്? ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളമല്ലേ ഇത്? ഇങ്ങനെയൊക്കെ ഒരു ചെറിയ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസോട്ടാണ്. ഒരു കൊച്ചിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളിൽ അതിന് വസ്ത്രത്തിന് വേണ്ടി ഇത്ര ഒരു പിടിക്കാന്നൊക്കെ പറയാം, അത് നമുക്ക് ഒരു മാനേജ്മെന്റിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസോട്ടാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന. ശ്രീ സലീമൻ, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ താങ്കൾ ആ സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട്, അവർക്ക് നേരത്തെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഇട്ട് വരുന്നതിന് എന്താണ് കുഴപ്പം? അത് ഓരോ സമുദായത്തിന്റെ ഇതല്ലേ, ആ യൂണിഫോം ഇട്ടത് യൂണിഫോം. ഇത് ശ്രീ സലീം, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും മതപരമായ ഒരു അവകാശം എന്നൊക്കെ പറയുമ്പോഴും അതിനെ
മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ബോധപൂർവമായി അവിടെ ഒരു സംഘടനയുടെ ആളുകൾ വരുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, അത് വീഡിയോയിൽ പകർത്തുന്നു, അങ്ങനെ അതൊരു ഇത്തരം രീതിയിലേക്ക് പോകുന്നു. അത് ബോധപൂർവമായ ഒരു ഇടപെടലല്ലേ? അത് ആ ഒരു സംഘടനയുടെ ഉദ്ദേശം ഒരു സതുദ്ദേശമാണ് എന്ന് നമുക്ക് കരുതാനാവുമോ? ഞാൻ പറഞ്ഞ അതല്ല, അത് ഓരോ സ്കൂളിലും ഒരു യൂണിഫോം കാണുമല്ലോ. അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അടക്കം ഇനി തീരുമാനം വരാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ യൂണിഫോം ഉണ്ടെങ്കിൽ ആ സ്കൂളിന്റെ യൂണിഫോം പാലിച്ചു പോകണോ, അല്ലെങ്കിൽ ആ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ അവർ പറയുമല്ലോ ഞങ്ങളുടെ യൂണിഫോം ഇതാണ്, ഇത് പാലിച്ചു പോകണം. അങ്ങനെ പലതരത്തിലുമുള്ള സ്കൂൾ യൂണിഫോം ഒക്കെ ഉണ്ട്. സുപ്രീം കോടതി തന്നെ ഇതുവരെ കൃത്യമായ ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ തീർപ്പനുസരിച്ചാണെങ്കിൽ സ്കൂളിന്റെ യൂണിഫോം പാലിക്കണം എന്നുള്ളതാണ്. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. അതായിക്കോട്ടെ, അത് ഓരോ സമുദായത്തിന്റെ അവരുടെ ഇത് വെച്ച് ഇടുന്നത്, അതുകൊണ്ട് എന്താണ് കുഴപ്പം? അല്ല, അതിനെ ഒരു പ്രശ്നമാക്കി നമുക്കറിയാം ഒരു സ്കൂളിൽ ഇന്നതാണ് ചെയ്യേണ്ടത്. ഒരു അതാ പറഞ്ഞ ഒരു വർഗീയപരമായിട്ടുള്ള അത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ്? ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ മറ്റൊരു ഇത് വെച്ചല്ലേ ഞാൻ പറഞ്ഞു, ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സമുദായത്തിനെ വെച്ചല്ലേ ഞാൻ പറഞ്ഞു. അല്ല, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ഏത് സമുദായം ആയിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, ഈ സതുദ്ദേശത്തെ ചെയ്യുന്ന കാര്യങ്ങളെയും ദുരുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെയും ഒരേപോലെ നമുക്ക് കാണാൻ കഴിയില്ല. ശരി, ശ്രീ സലീം. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ ഞാൻ കാണുന്നത്, ആ ഏത് സ്കൂളിൽ പഠിച്ചാലും അവിടെ ഒരു യൂണിഫോം ഉണ്ട്, അത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിലിപ്പം മുസ്ലിങ്ങൾ അങ്ങനെ ഹിജാബിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പുറ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഈ മനസ്സിൽ തീവ്രവാദം കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വലിയ പുണ്യാളന്മാരെ കരുതുന്നവരെന്നെ അവരുടെ മതത്തിനോട് വരുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാണ്ട് മതഭ്രാന്താണ്. അല്ലേ? ഏത് ഇതിലുള്ള വളരെ ശരിയാണ് ശ്രീ സന്തോഷ്. നമ്മള് പുറമേക്ക് പുണ്യാളന്മാരെ കരുതുന്ന പലരും സ്വന്തം മതത്തിന്റെ കാര്യം കാണുമ്പോൾ മതഭ്രാന്തന്മാരായി ഒരു നിമിഷം കൊണ്ട് പരിണമിക്കുന്നത് കാണാം. നമുക്കറിയാം സാറേ, നമ്മളൊക്കെ ആൾക്കാരോട് ഇടപെടുമ്പം ക്രൈസ്തവരായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവരൊക്കെ അവരെ മതത്തിനോട് നമ്മളൊന്ന് തൊട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ മതഭ്രാന്ത് പുറത്തേക്ക് അന്നേരമാണ് വരിക. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ എത്രയോ നമ്മളെ ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ ആൾക്കാർ മാധ്യമങ്ങളുടെ സ്ഥിരം വരുന്ന പ്രസംഗിക്കുന്ന കവലപ്രസംഗം നടത്തുന്ന ഒരു വർഗീയതയാണ് പ്രസംഗിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മളെ ഉദാഹരണം തന്നെ വെള്ളാപ്പള്ളി വർഗീയത മാത്രമേ വരുന്നുള്ളൂ. ഇപ്പുറത്തുനിന്നൊരു വർഗീയത വരുമ്പോ അതിന്റെ രണ്ടിരട്ടിയായിട്ട് അപ്പുറത്തുനിന്ന് വീണ്ടും അതിനെ പ്രതിരോധിക്കാനാണ് വരുന്നത്. അപ്പൊ അപ്പുറമുള്ളവര് ഒന്നിക്കും, സംഘടനകൾ ഒന്നിക്കുകയാണ്. അവിടെ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു, എന്നാൽ ഇത് ഇപ്പുറം ഒന്നിക്കുകയാണ്. അപ്പൊ ഇപ്പുറം വെറുതെ ഇരിക്കൂല, ഹിന്ദുക്കൾക്കെതിരെ ആഹ്വാനം ചെയ്യാണ്. ക്രിസ്ത്യൻസ് ആയാലും അങ്ങനെ തന്നെയാണ്. ഈ മൂന്ന് ആൾക്കാരും മേലധികാരി. സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ വേഗത്തിൽ പ്രതികരണം പറയുമല്ലോ. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരോ ഒരു മനുഷ്യൻ ചാനൽ ഒട്ടും ഇടപെടരുത്, അത് തന്നെ ആവേയി പോകുന്നത്. ഈ ചാനൽ നാട്ടുകാർ മുഴുവൻ ലോകം മുഴുവൻ വല്ല മലമൂട്ടിലൊക്കെ അറിയും. ഇത് അവർ മൈൻഡ് ചെയ്യേണ്ടതുണ്ടല്ലോ, ഇത് അത് തന്നെ അവർ തന്നെ ഇല്ലാണ്ടായി. ചെറിയ കുഴപ്പം, ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിഞ്ഞില്ലെങ്കിൽ ഇവർ പല സ്ഥലങ്ങളിലായി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നതിന്റെ ഒരു ദോഷവുമുണ്ട്. അത് ഞാൻ താങ്കൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് മനസ്സിലാവും. ദോഷവുമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഈ ഒരു ജാഗ്രത പാലിക്കും. ഇത് ഈ മനഃപൂർവ്വം വർഗീയ സംഘടനകൾ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു ദോഷം കൂടിയുണ്ട്. ചിലരൊക്കെ ഇത് കണ്ടുകൊണ്ട് വീണ്ടും കൂടുതൽ ഇതിനെ ആൾ കത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അതെപ്പോഴും ഏത് വാർത്തകൾക്കും വരുന്ന വിഷയം കൂടിയാണ്. തന്നെ തീർക്കേണ്ട കേസുള്ളൂ, ആ സ്കൂളിൽ തീർക്കാനുള്ള കേസുള്ളൂ. രാഷ്ട്രീയ കക്ഷികളൊന്നും എന്റെ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. അവരിടപെടുമ്പോഴാണ് മറ്റുള്ള പാർട്ടികൾ ഇടപെടും. ശരി, അങ്ങനെയല്ല പ്രദീപ്. അവിടെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാണ്. നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ പക്വതയോടുകൂടി പെരുമാറുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പ്രേക്ഷകരെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ മഹാഭൂരിപക്ഷം പേരും ഈ തരത്തിൽ കേരളത്തിലെ ഏത് വർഗീയത ആയിക്കോട്ടെ, എല്ലാ മതത്തിലും അത്തരം വർഗീയ എലമെന്റുകളുണ്ട്. അവർ എപ്പോഴും വാ വിളർന്ന് നമ്മുടെ പിന്നിൽ നിൽപ്പുണ്ട്. അവർ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങളെ അത് മതപരമാക്കി മാറ്റാൻ, വർഗീയമാക്കി മാറ്റി മറ്റു മതക്കാരെ ശത്രുവാക്കി മാറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട്. അതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശങ്ങളാണ്. അപൂർവം ചിലർ മാത്രമാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും ആ തരത്തിലേക്കൊക്കെ ഇല്ലേ എന്നുള്ള മട്ടിലൊക്കെ അഭിപ്രായം പറഞ്ഞത്. സ്വാഭാവികമായും സമൂഹത്തിൽ എല്ലാത്തരം മനുഷ്യരും ചേരുന്നതാണ് ഈ സമൂഹം. പക്ഷേ അപ്പോഴും ഭൂരിപക്ഷം മനുഷ്യർ നിൽക്കുന്നത് അവർ തീവ്രവാദികളായോ അല്ലെങ്കിൽ വർഗീയവാദികളോ ആയ അല്ല, മനുഷ്യരായിട്ടാണ് നിൽക്കുന്നത് എന്നത് പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. നാളെയും എന്തായാലും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.